വാണ്ടർ ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കോഴിക്കോട് എയർപോർട്ടിലാണുള്ളത്. 5 മണിയായപ്പം ഇവിടെ എത്തി. രാവിലെ 7 മണിക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റിൽ ബോംബെ വഴി അബുദാബിയിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞാൻ. ഇവിടെ എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. വിമാനത്തിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അവർ സെർവ് ചെയ്തു. ബോംബെ എയർപോർട്ടിൽ കുറച്ചധികം സമയം വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് പുറത്തു പോയി ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴേക്ക് ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് തിരിച്ചു വന്നു. ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഫ്രീ ആയി ആളെ കൊണ്ടുവരുന്ന ബസ്സാണിത്. ഈ ബസ്സിലാണ് ഞാനിവിടേക്ക് വന്നത്. തികച്ചും അന്താരാഷ്ട്ര നിലവാരത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു എയർപോർട്ട് തന്നെയാണ് ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ട് ബോംബെ. അബുദാബിയിലേക്കുള്ള ചെക്ക് ഇൻ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം എയർപോർട്ടിലെ കടകളുടെ മുന്നിലൂടെയൊക്കെ കുറേ നേരം നടന്നു. രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ അബുദാബിയിലേക്കുള്ള വിമാനം പുറപ്പെട്ടു. UAE സമയം രാത്രി 12:30 ആയപ്പോഴേ അബുദാബിയിലിറങ്ങി. പുറത്ത് വന്നപ്പോൾ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. അബുദാബിയിലെ സംഹ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. രാവിലെ പുറത്തേക്ക് വന്നപ്പോൾ വിശാലമായ റോഡും മറുവശത്ത് അറബികളുടെ വില്ലകളും ചില നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഇവിടെ എൻ്റെ കസിൻ നൗഷിജയും ഭർത്താവ് സുഹൈലും ആണ് താമസിക്കുന്നത്. ഇനിയുള്ള കുറച്ച് ദിവസം ഞാനും അവരുടെ കൂടെയായിരിക്കും. ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണുന്നതിന് വേണ്ടി സുഹൈലിൻ്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങിയതായിരുന്നു. ഇനി മറ്റേ റൂട്ടിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ അബുദാബി വലിയ തിരക്കില്ലാത്ത റോഡിലൂടെ സംഹയിലെ അങ്ങാടികളും കടകളും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറേ നേരം യാത്ര തുടർന്നു. അഞ്ച് വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ അബുദാബിയിൽ വന്ന് 5 ദിവസം താമസിച്ച് അസർബൈജാനിൽ പോയി വീണ്ടും തിരിച്ച് അബുദാബിയിലെത്തി ഇതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തിയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കേവലം 660 ദിർഹംസ് ചെലവിൽ ഈ വിസ എങ്ങനെ ലഭിക്കുമെന്നതിൻ്റെ വിശദമായ ഒരു വീഡിയോ കൂടി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അബുദാബിയിൽ വരാനിരിക്കുന്ന എത്തിഹാദ് റെയിലിൻ്റെ ഓഫീസുകളും സ്റ്റേഷനുകളും ഒക്കെയായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. UAEയിലെ 11 സിറ്റികളെയും റീജനുകളെയും ഉൾപ്പെടുത്തി സൗദി അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന ഗുവൈഫാത്ത് എന്ന സ്ഥലം മുതൽ ഫുജൈറ പോർട്ട് വരെ നീണ്ടുകിടക്കുന്ന വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇത് എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതിനോടനുബന്ധിച്ചുള്ള മേൽപ്പാലങ്ങളുടെയും റോഡിൻ്റെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്തപ്പോൾ ചില കൃഷിസ്ഥലങ്ങളും ഈന്തപ്പനത്തോട്ടങ്ങളും നഴ്സറികളും ഒക്കെ കണ്ടു തുടങ്ങി.
ഇവിടെ കുറേ ചെടികളും കായ്ച്ചു നിൽക്കുന്ന ഈത്തപ്പനയും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് ഇറങ്ങിയതായിരുന്നു. അഡീനിയം, ബോഗൺവില്ല തുടങ്ങിയ പൂച്ചെടികളും മാവിൻ തൈകളും അതുപോലെ ആര്യവേപ്പിൻ്റെ തൈകളും ചീര തുടങ്ങിയവയും ഒക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. टमाटर अलग अलग क्वालिटी अलग अलग है मतलब वो थोड़ा थोड़ा बड़ा वाला है, छोटा പിന്നെ കളർ में चेंज आता है चेंज आता है। हाँ हाँ ഇവിടെ കണ്ടില്ല, കുഞ്ഞു മരത്തുമേല് നിലത്ത് തന്നെ, നിലത്ത് മുട്ടിന്ന് തന്നെ പറയാം. ഇവിടെ റോഡ് സൈഡിൽ എവിടെ നോക്കിയാലും ഈത്തപ്പഴം പഴുത്ത് നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇവിടെ ഇപ്പം ഏകദേശം 48 ഡിഗ്രി ചൂടുണ്ട്. ഇങ്ങനെ ചൂട് കൂടുന്ന സമയത്താണ് ഈത്തപ്പഴം ശരിക്ക് പഴുത്ത് വരുന്നത്. റോഡ് സൈഡിൽ നിന്ന് പറിച്ച് തിന്നുന്നത് ഇവിടെ ആരും തടയുന്നൊന്നുമില്ല. UAEയുടെയും അസർബൈജാൻ്റെയും വ്യത്യസ്ത കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.